കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് പ്രശംസ. LDF സർക്കാർ സംസ്ഥാനത്ത് നടത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മാതൃകയെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ആരോഗ്യമേഖല, ടൂറിസം മേഖല, നഗരവികസനം, ഗ്രാമീണ വികസനം, വ്യാവസായിക മേഖല ഉൾപ്പെടെ LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രശംസിക്കുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ LDF സർക്കാർ വിവിധ മേഖലകളിൽ നടപ്പാക്കിയ പദ്ധതികളെയും മാതൃകകളെയും എടുത്തു കാണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെയും പ്രശംസിക്കുന്നു. കുടുംബശ്രീ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ എന്നിവരടങ്ങുന്ന കൂട്ടായ പ്രവർത്തനമാണ് കേരളത്തെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും സേവന വിതരണം പതിവായി ഡിജിറ്റൽ ട്രാക്ക് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ കുടുംബത്തിനും വ്യക്തിഗത മൈക്രോ പ്ലാനുകൾ സൃഷ്ടിച്ചു. കമ്മ്യൂണിറ്റി മോണിറ്ററായും സേവനദാതാവായും കുടുംബശ്രീ നെറ്റ്വർക്ക് ഒരു പ്രധാന പങ്കുവഹിച്ചു. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക വികസന പദ്ധതികളിൽ ഈ ഇടപെടലുകൾക്ക് മുൻഗണന നൽകി. ഗ്രാമീണ വികസനം, സാമൂഹിക വളർച്ച എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ആരോഗ്യമേഖലയിലും കേരളത്തിനെ പ്രശംസിക്കുന്നുണ്ട്. ശിശുമരണ നിരക്ക് ഒറ്റ സംഖ്യയിലേക്ക് കുറയ്ക്കാൻ കേരളത്തിന് കഴിഞ്ഞു. വികസിത വിദേശ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന നേട്ടമാണ് കേരളത്തിൻ്റേത്. നവജാത ശിശു മാതൃ പരിചരണത്തിലും മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിലും സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളിലുമുള്ള പുരോഗതിയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നഗരവികസനത്തിലും ഉത്തരവാദിത്ത ടൂറിസത്തിലും കേരളത്തിൻ്റേത് മികച്ച മാതൃക. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ സുസ്ഥിരതാ നടപടികൾ സംയോജിപ്പിച്ചുകൊണ്ട് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തിയെന്നും ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ വഴി പരിസ്ഥിതി അനുമതികൾക്കുള്ള സമയം കുറച്ചുവെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. കേരളം ബിസിനസ് രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കി. ഭൂമി നികുതി പ്രക്രിയകൾ ഡിജിറ്റലൈസ് ചെയ്ത പരിസ്ഥിതി അനുമതികൾ ലളിതമാക്കി. പുനരുപയോഗ ഊർജവും സംസ്ഥാനം വികസിപ്പിച്ചു. കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്തുകൾ, ജലാശയ പുനരുജ്ജീവനം എന്നിവയും കാര്യക്ഷമമാക്കിയെന്നും ധനമന്ത്രി അവതരിപ്പിച്ച സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി.